പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 3 പേജ് നമ്പർ 54 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഒബ്സർവ് ദ ഫിഗർ ബിലോ. നോട്ടീസ് ദ മാർക്കിംഗ്സ് ആൻഡ് കറസ്പോണ്ടിങ് ലെങ്ത്സ് written in the boxes when measured from 0. Fill the length in the empty boxes. അപ്പോൾ നമുക്കിവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് മാർക്കിങ്ങും തന്നിട്ടുണ്ട്. ബോക്സിനകത്ത് എന്ത് ചെയ്യണം? നോട്ടീസ് ദ മാർക്കിങ്സ് ആൻഡ് ദി കറസ്പോണ്ടിങ് ലെങ്ത്സ് written in the boxes when measured from 0. 0യിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ ഉള്ള കറസ്പോണ്ടിങ് ലെങ്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ബോക്സിനകത്ത് എഴുതണം. ഫിൽ ദ ലെങ്ത്സ് ഇൻ ദി എംപ്റ്റി ബോക്സസ്. എംപ്റ്റി ബോക്സസിലെ ലെങ്ത് നമ്മൾ ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 0 തന്നിട്ടുണ്ട്. ഇവിടെ വരെ 1 ആണ്. ഇത് 0 to 1 ആണ്. അപ്പോൾ 1 യൂണിറ്റ് ആണ്. 1 യൂണിറ്റിനെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് ഈ വലിയ മാർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് 1/10, 2/10. അപ്പോൾ അടുത്ത ഇതെന്ത് വരും? 3/10 വരും. ഇത് 3/10, ഇത് 4/10, ഇത് 5/10, ഇത് 6/10, ഇത് 7/10, 8/10, 9/10, 10/10 is 1. ഇനി നോക്കിയേ, ഈ ഓരോ 1/10നെയും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് മുകളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു യൂണിറ്റിനകത്ത് ഓരോ 1/10കളെയും 10 ആയിട്ട് ഈക്വൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഓരോ ചെറിയ വരകളുണ്ടല്ലോ, അതിലെ ഓരോ ചെറിയ വരയും എന്തായിരിക്കും? അപ്പോൾ ഒരു യൂണിറ്റിനെ നമുക്ക് എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 100 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ ചെറിയ വരകളും എത്ര പാർട്ടായിരിക്കും? 1/100 പാർട്ടുകളായിരിക്കും. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ 1/10ന്റെ ഇവിടെ വരുന്ന ഈ വര അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? 10/100 ആയിരിക്കും. അടുത്തത് 20/100 ആണ്. അടുത്തത് വരുമ്പം 30/100 ആണ്. അടുത്തത് 40/100 ആണ്. ഇത് വരുമ്പം 50/100 ആണ്. ഇനി നമുക്കതാ ഈ 50/100ന്റെയും 60/100ന്റെയും ഇടയ്ക്ക് നമുക്ക് ഒരു മാർക്കിങ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. അത് എത്ര ആയിരിക്കും? 50 കഴിഞ്ഞിട്ട് 51, 52, 53, 54, 55. ഇതപ്പോൾ എന്തായിരിക്കും വരിക? 55/100 എന്ന് വരും. ഈ ബോക്സ് 55/100 എന്ന് വരും. ഇനി ഇതാ ഈ 1ന്റെ തൊട്ട് മുമ്പുള്ളത് എന്തായിരിക്കും? ഇതൊന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ എഴുതി കാണിക്കാം. അടുത്തത് 70/100, ഇത് 80/100, ഇത് 90/100, ഇത് 100/100, ദാറ്റ് ഈസ് 1. അപ്പം ഈ 100/100ന്റെ തൊട്ട് മുമ്പിലുള്ളത് അപ്പം എന്തായിരിക്കും? 99/100. അത് ദാ ഇവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടോ? അത് കഴിഞ്ഞിട്ട് 1 ആണ് വരിക. അപ്പൊ ഇതെന്തായിരിക്കും? 1 കഴിഞ്ഞിട്ട് 10 എണ്ണം കൂടെയായി. അപ്പൊ 110/100, 120/100, 130/100 അല്ലേ? ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഇതിപ്പോ എന്തായി? 1 ആയി അല്ലേ? ഇവിടെ 1 ആയി കഴിഞ്ഞപ്പം 1/10ന്റെ ഇതിൽ എഴുതിയാൽ ഇതെന്ത് വരും? 1 1/10 വീണ്ടും വരും. ഇവിടെ 1 2/10 വരും. ഇവിടെ 1 3/10 വരും. ഇത് 1 4/10 അങ്ങനെ വരും. 10ന്റെ ഇതിൽ എഴുതിയാൽ ഇങ്ങനെ വരും. നമ്മൾ താഴത്തതാണ് 100ന്റെ ഇതിൽ എഴുതുന്നത്. ഇവിടെ എഴുതാൻ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ 100ന്റെ ഇത് മുകളിലോട്ട് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ ബോക്സ് ഫില്ല് ചെയ്യണം. ഈ ബോക്സ് ഫില്ല് ചെയ്യുമ്പോൾ 100ന്റെ ഇതിലാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ത് വരും? ഇവിടെ വരെ 130 ആയിരുന്നു. ഇവിടെ വരെ 140/100, ഇവിടെ വരെ 150/100. അപ്പോൾ 150ക്കും 160/100നും ഇടയ്ക്കാണ് നമ്മുടെ ഈ മാർക്കിംഗ് ഉള്ളത്. അപ്പോൾ എന്ത് വരും? കറക്റ്റ് മിഡിലാണ്. അപ്പോൾ 155/100 എന്ന് എഴുതാം. ഇനി ഇത് 160, ഇത് 170/100, ഇത് 180/100. അപ്പോൾ എന്ത് വരും? 170ക്കും 180ക്കും കറക്റ്റ് മിഡിലല്ല. കൗണ്ട് ചെയ്ത് നോക്കാം. ഇവിടെയാണ് കേട്ടോ. 170, 171, 72, 73, 74.
174/100. നിങ്ങളുടെ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അപ്പം നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് നോക്കിയിട്ട് എഴുതുക കേട്ടോ. ഇനി അടുത്തത് ഇവിടെ വരുമ്പോഴോ, ഇവിടെ 2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. 2 എന്ന് മാർക്ക് ചെയ്താൽ ഇവിടെ എന്തായിരിക്കും? 200/100 ആയിരിക്കും. 200/100 എന്ന് വെച്ചാൽ എന്താ? 2 എന്ന് പറയുന്നത് 200/100 ആണ്. അത് കഴിഞ്ഞിട്ട് 2 വരെയും കൂടെ വരുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും? 202/100. അടുത്ത എന്ത് വരും? 210/100. ഇത് 220/100, 230/100, ഇത് 240/100. അപ്പൊ ഇത് കറക്റ്റ് ഈ വലിയ മാർക്കിംഗ് ആണ്. അപ്പൊ എന്ത് വരും? 240/100 എന്ന് വരും. ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാർക്കിംഗ് നന്നായിട്ട് മനസ്സിലായല്ലോ. ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു യൂണിറ്റിനകത്ത് 10ന്റെ 1/10 വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ 10 മാർക്കിംഗ് ആണ്. ആ 1/10നെ വീണ്ടും 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഓരോ പാർട്ടുകളെയും ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റിനകത്ത്, അതായത് 0 തൊട്ട് 1 വരെ എത്ര സ്മോൾ പാർട്സുകൾ കാണും? 100 സ്മോൾ പാർട്സുകൾ കാണും. അതിലെ ഓരോ പാർട്ടും എന്തായിരിക്കും? 1/100 വെച്ചായിരിക്കും. 1/100, 2/100, 3/100, അങ്ങനെ 100/100 വരെ വരുമ്പോഴാണ് 1 ആകുന്നത്. അപ്പൊ നിങ്ങൾക്ക് 100ന്റെ ഇത് വെച്ചുള്ളത് മാർക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും. ഓക്കെ, നോക്കിയേ. The length of the wire in the first picture is given in 3 different ways. Can you see how they denote the same length? അപ്പൊ നോക്കിയേ, ഇവിടെ ഈ പിക്ചറിനകത്ത് വയറിന്റെ ലെങ്ത് 3 ഡിഫറെന്റ് വേസിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് സെയിം ലെങ്തിൽ എങ്ങനെ ഡിനോട്ട് ചെയ്യാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാ ഇവിടെ നോക്കിയേ, ഇവിടെ 1 യൂണിറ്റ് ഉണ്ട് അല്ലേ. 1 യൂണിറ്റ്, അത് കഴിഞ്ഞിട്ട് 1/10 യൂണിറ്റ് ആണ് ഈ വലിയ മാർക്കിങ്. അത് കഴിഞ്ഞിട്ട് ഓരോ 1/10കളെയും വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ചെറിയ 10 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എവിടെ വരെ വരുന്നുണ്ട്? ഈ 1/10 കഴിഞ്ഞിട്ട് 4 വരെ വരുന്നുണ്ട്. അതെന്താണ്? അതായത് ഈ 0 തൊട്ട് 1 വരെയുള്ള ഈ കാണുന്ന വലിയ മാർക്കിംഗ് എല്ലാം 1/10ന്റെ പാർട്സുകളാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള ഓരോ കുഞ്ഞും എന്താണ്? 0 തൊട്ട് 1 വരെ ആ കുഞ്ഞു വരെ എന്ന് പറയുന്നത് 100 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തതാണ്. അപ്പൊ ഈ കാണുന്ന ഓരോ കുഞ്ഞു വരകളും 1/100 പാർട്ടുകളാണ്. അപ്പോൾ ഈ വയറിന്റെ ലെങ്ത് എന്താണ്? ഇവിടെ വരെ 1 യൂണിറ്റ് ഉണ്ട്. പിന്നെന്താണ്? ഇവിടെ തൊട്ട് ഇവിടെ വരെ 1/10 യൂണിറ്റ് ഉണ്ട്. പിന്നുള്ള ഈ ഓരോ കുഞ്ഞു വരകളും എന്താണ്? ഈ കുഞ്ഞു വരകള് 1/100ന്റെ വരകളാണ്. അത് എത്ര എണ്ണമുണ്ട്? 1, 2, 3, 4. അപ്പൊ എന്ത് വരും? 4/100 ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ റീഡ് ചെയ്യാം? 1 and 1/10 and 400. അങ്ങനെ നമുക്ക് റീഡ് ചെയ്യാം. ഇനി നമുക്ക് 1/10 എടുക്കാതെയാണ് എഴുതുന്നതെങ്കിലോ 1 യൂണിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരെ 10 തൊട്ട് ഇവിടെ വരെ 4. അപ്പൊ 1400 അല്ലേ. നമ്മൾ 1/10 നോക്കുന്നില്ല, 100ന്റെ ഈ 1 കഴിഞ്ഞിട്ട് 100ന്റെ കുഞ്ഞു വരകളെ നോക്കുന്നുള്ളൂ. അപ്പൊ എന്തെഴുതാം? 1400 ഉണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് വീണ്ടും എങ്ങനെ റീഡ് ചെയ്യാം? 1 and 1400 എന്ന് റീഡ് ചെയ്യാം. ഇനി നമ്മൾ ഈ 1 യൂണിറ്റ് ഒന്നും നോക്കുന്നില്ല, മൊത്തം നമ്മൾ ഈ 100ന്റെ, അതായത് 1/100ന്റെ ഈ കുഞ്ഞു വരകൾ മാത്രം വെച്ചിട്ട് എഴുതുകയാണെങ്കിൽ എന്ത് വരും? ഇവിടെ വരെ 100, ഇവിടെ വരെ 14. അപ്പൊ 114 ഉണ്ട്. ഇതിനെ ഇങ്ങനെ നമുക്ക് 3 ഡിഫറെന്റ് വേസിൽ നമുക്ക് റീഡ് ചെയ്യാം. എങ്ങനെയൊക്കെയാണ്? ആദ്യം നമ്മൾ 1 യൂണിറ്റ്, പിന്നെ 1/10, പിന്നെ 100ന്റെ 4 വരകൾ അത് ചേർത്ത് റീഡ് ചെയ്യുമ്പം 1 and 1/10 and 400. പിന്നെ നമ്മൾ 1/10ന്റെ നോക്കുന്നില്ല, 100ന്റേത് മാത്രമേ ഇവിടെ നോക്കുന്നുള്ളൂ. അപ്പൊ 1 and 1400 യൂണിറ്റ്. ഇനി നമ്മൾ എല്ലാം ഈ 1/100ന്റേത് മാത്രമേ നോക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞു വരകൾ ഇവിടെ വരെ എത്ര എണ്ണമുണ്ട്? 114 എണ്ണമുണ്ട്. അപ്പൊ 114 hundredths എന്ന് നമുക്കിതിനെ റീഡ് ചെയ്യാം. മനസ്സിലായല്ലോ? ഇനി അടുത്തത്, for the length shown below, write the measurement and read out the measures in words. അപ്പൊ നോക്കിയേ, ഇവിടുന്ന് ഇവിടെ വരെയാണ് അല്ലേ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം?
ഇതിനെ നമുക്ക് 3 ഡിഫറെൻറ്റ് വേസിലും നമുക്ക് ഞാൻ എഴുതി കാണിക്കാം. ഫസ്റ്റ് വൺ ഇവിടെ 5 ആണ് അല്ലേ, അപ്പോൾ 5 യൂണിറ്റ്സ്. പിന്നെന്താണ് 1/10 എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഇവിടെ വരെ വരുമ്പം 3 എണ്ണം, അപ്പോൾ 3/10. ഇനി 100 എത്ര എണ്ണം ഉണ്ട്? ഇവിടെ വരെ 5, 6, 7 എണ്ണം ഉണ്ട് അല്ലേ, അപ്പോൾ 7/100. പിന്നെ ഇതിനെ വേർഡ്സിൽ റീഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റീഡ് ഔട്ട് ദി മെഷേഴ്സ് ഇൻ വേർഡ്സ്. എങ്ങനെ റീഡ് ചെയ്യാം? 5 and 3 10s and 7 hundreds എന്ന് റീഡ് ചെയ്യാം. ഇനി അടുത്ത മെത്തേഡിലാണെങ്കിലോ 5 യൂണിറ്റ് ഉണ്ട്. ഇനി നമുക്ക് ഹൺഡ്രഡ്സിന്റെ എത്ര വരകളുണ്ട്? ഇവിടെ 10, 20, 30, 37 ഉണ്ട് അല്ലേ, അപ്പോൾ 37/100 എന്ന് എഴുതി. ഇതില്ല. അടുത്തത് എഴുതുമ്പോൾ 10th യൂണിറ്റ് നമ്മൾ എഴുതുന്നില്ല. ഇതിനെ എങ്ങനെ റീഡ് ചെയ്യാം? 5 and 37 hundreds എന്ന് നമുക്കിതിനെ റീഡ് ചെയ്യാം. ഇനി നമ്മൾ ഈ യൂണിറ്റും എഴുതുന്നില്ല, ഈ 100ന്റെ കുഞ്ഞു വരകൾ മാത്രമേ നമ്മൾ കൗണ്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ 5 വരെ വരുമ്പോൾ 1 യൂണിറ്റിൽ 100 ആണ്, 2 യൂണിറ്റിലാകുമ്പം 200 ആവും, 3 യൂണിറ്റ്സിലാകുമ്പം 300 ആവും, 4ലാകുമ്പം 400 ആവും. ഈ 5 വരെ വരുമ്പം 500 ആവും അല്ലേ. 500 കഴിഞ്ഞിട്ട് 510, 520, 530, 537 ഹൺഡ്രഡുകളുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ റീഡ് ചെയ്യാം? 537 hundreds എന്നതിനെ നമുക്ക് റീഡ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതിൽ നോക്കിയേ, 15 വരെ ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ റീഡ് ചെയ്യും? 15. ഇവിടെ നമുക്ക് ടെൻസിൻ്റെതില്ല, അതിന് മുമ്പ് തന്നെയാണല്ലേ ഹൺഡ്രഡ്സിൻ്റെത് വെച്ചേ ഉള്ളൂ. 15 കഴിഞ്ഞിട്ട് 1/10 വരെ നമുക്കില്ല. അപ്പോൾ എങ്ങനെ ഹൺഡ്രഡ്സിൻ്റെ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3. അപ്പോൾ 15 3/100 എന്ന് എഴുതാം. ഇതിനെ എങ്ങനെ റീഡ് ചെയ്യാം? 15 and 3 hundreds എന്ന് നമുക്കിതിനെ റീഡ് ചെയ്യാം. ഇനി ഈ 15 യൂണിറ്റ് വരെ വരുമ്പം 1/100ന്റെ എത്ര പാർട്സ് കാണും? 15 into 100 ചെയ്താൽ എത്രയാണോ അത്രയും കാണും. ഓരോ യൂണിറ്റും 100 വെച്ചാണ്. അപ്പോൾ 15 വരെ വരുമ്പം 15 into 100, ദാറ്റ് ഈസ് 1500 യൂണിറ്റ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ 3യും കൂടെ. അപ്പോൾ എന്ത് വരും? 1503/100 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് എങ്ങനെ റീഡ് ചെയ്യാം? 1503 hundreds എന്ന് നമുക്കിതിനെ റീഡ് ചെയ്യാം. ഇനി അടുത്തത് നോക്കിയേ, ഇവിടെ വരെ 9 ആണ്. 9 കഴിഞ്ഞിട്ട് 1/10ന്റെ 8 പാർട്ടുകൾ വരെ വരുന്നുണ്ട് അല്ലേ. അതാണ് കറക്റ്റ് മെഷർമെന്റ്. 8/10 വരുന്നതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ റീഡ് ചെയ്യാം? 9 8/20 യൂണിറ്റ് എന്ന് നമുക്കിതിനെ റീഡ് ചെയ്യാം. 9 യൂണിറ്റ്സും 8/10 യൂണിറ്റ്സും. ഓക്കെ, ഇനി നമുക്കിതിനെ ഹൺഡ്രഡ്സിൻ്റെ ഇതിൽ എഴുതുവാണെങ്കിലോ 9 യൂണിറ്റ്സും ഇവിടെ 10, 20, 30, 40, 50, 60, 70, 80. 80/100 എന്ന് എഴുതാം. അപ്പോൾ എന്ത് വരും? 9 and 80 hundreds എന്ന് നമുക്കിതിനെ റീഡ് ചെയ്യാം. ഇനി മൊത്തത്തിൽ 100ൽ എഴുതിയാലോ? 9 വരെ വരുമ്പോൾ 9 into 100 900. ഇവിടെ വരെ വരുമ്പം 80. അപ്പം 980 hundreds. ഇങ്ങനെ നമുക്കിതിനെ റീഡ് ചെയ്യാം. ഓക്കെ.